കഴിഞ്ഞ കുറച്ച് എനിക്ക് ഏകദേശം 2 ആഴ്ചയോളമായി മലയാള സിനിമയിൽ ഒരു ഭൂകമ്പമുണ്ടാക്കിയ ചില പത്രസമ്മേളനങ്ങളും ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇപ്പം നമ്മളെ ഈ കണ്ണിയിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും അവസാനത്തെ ആളുകളായിരിക്കും പ്രേക്ഷകരാണ്. അപ്പം ഇങ്ങനെ വന്ന കുറേ സംഭവങ്ങളും കുറേ വാർത്തകളും വളരെ കൗതുകമുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അച്ഛനെ വാർത്ത ശ്രദ്ധിച്ചായിരുന്നോ? തീർച്ചയായിട്ടും സുരേഷ് കുമാറിന്റെ പത്രസമ്മേളനം, സുരേഷ് കുമാറിന്റെ പ്രൊഡ്യൂസർ അസോസിയേഷന്റെ പത്രസമ്മേളനം തുടങ്ങിയതാണ് ആ ഭൂകമ്പം. അത് ഇതുവരെയും അവസാനിച്ചിട്ടുള്ള. എനിക്ക് തോന്നുന്നത് ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ നമ്മൾ കൗതുകം നടത്തുന്ന ചില സംഭവങ്ങളുണ്ടാകും. എന്താ പറയുക, ചില ഇൻഫർമേഷനൊക്കെ നമുക്ക് വളരെ ന്യൂ ആയിട്ട് തോന്നും. ചില ഇൻഫർമേഷനൊക്കെ ഇതിങ്ങനെയാണോ എന്ന് ഒരു നമുക്ക് നമ്മളെ പുറമേയുള്ള ഒരു അറിവ് വെച്ചിട്ട് ഇത് ശരിയാണോ, ഇത് ഇങ്ങനെ തന്നെയാണോ എന്ന് നമുക്ക് സംശയം തോന്നുന്ന ചില കമന്റുകളും ചില ഡയലോഗുകളും അതിന്റെ ഭാഗമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിനകത്ത് ചില കാര്യങ്ങളിൽ എനിക്ക് 100% ക്ലാരിറ്റി ഇല്ലാത്തൊരു കാര്യം എന്ന് കഴിഞ്ഞാൽ, ആ പത്രസമ്മേളനത്തിൽ സുരേഷ് കുമാറും അതുപോലുള്ള അദ്ദേഹത്തിന്റെ കൂടെയുള്ള പ്രൊഡ്യൂസർമാരും പറഞ്ഞൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മലയാള സിനിമയിൽ പ്രൊഡ്യൂസറിന് 100 കോടി രൂപ ഷെയർ കിട്ടിയ സിനിമകൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ മലയാള സിനിമയിൽ 100 കോടി ക്ലബ് ഇല്ല എന്നുള്ളൊരു ട്യൂണിലൊക്കെയാണ് അവർ സമ്മേളനത്തിൽ പറഞ്ഞത്. പക്ഷെ അത് ഇതുവരെ നമ്മൾ കുറെ 100 കോടി ക്ലബ്ബ് കേട്ടിട്ട്, എനിക്കൊന്ന് നമ്മുടെ പുലിമുരുകൻ മുതൽ ഇങ്ങോട്ട് കുറെ 100 കോടി ക്ലബ്ബുകൾ കേട്ടിട്ട് അപ്പൊ അതൊന്നും ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നുള്ളൊരു സംശയം ധ്വനിപ്പിക്കുന്ന കുറച്ച് കമന്റ്സ് ആയിരുന്നു അത്. അച്ഛൻ അത് കേട്ടപ്പോ എന്താ തോന്നിയത്? അതെ, അതൊരു വല്ലാതെ കൗതുകമുള്ളൊരു കാര്യമാണ്. കാരണം ഈ 100 കോടി ക്ലബ്ബ് അല്ലെങ്കിൽ 50 കോടി ക്ലബ്ബ് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ കാര്യമല്ല. എത്ര വർഷങ്ങളായി. ഇപ്പൊ പുലിമുരുകൻ മുതൽ നമ്മൾ കേട്ടു തുടങ്ങിയ ഒരു കാര്യമാണ്. ഇന്ന് വരെയും അതങ്ങനെയല്ല. അല്ലെങ്കിൽ മലയാള സിനിമയില് അങ്ങനെ സംഭവം ഇല്ല എന്ന് ഒരാളും പറഞ്ഞായിട്ട് ഞാൻ അറിഞ്ഞില്ല. അപ്പൊ ആ പത്രസമ്മേളനം തന്നെ ഒരാൾ തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഇത്രയും കാലം ഇത് പറഞ്ഞു നടന്നത് പ്രൊഡ്യൂസർമാരൊക്കെ തന്നെയാണ്. ഞങ്ങളുടെ സിനിമ 50 കോടി ക്ലബ്ബിൽ കയറി, 100 കോടി ക്ലബ്ബിൽ കയറിയെന്ന്. അപ്പോ പെട്ടെന്നൊരു ദിവസം സുരേഷ് കുമാർ വന്നിരുന്നിട്ട് ഓക്കെ 100 കോടി ക്ലബ്ബ് അല്ലെങ്കിൽ 50 കോടി ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ അത് ഗ്രോസ് കളക്ഷൻ അല്ല, അത് പ്രൊഡ്യൂസറിന്റെ ഷെയർ ആയിട്ടാണ് കണക്കുകൂട്ടുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ മലയാളത്തിലെ ഒരു സിനിമ പോലും അതിനകത്ത് കയറിയ സിനിമ ഇല്ല എന്നാണ് പുള്ളി പറഞ്ഞത്. എനിക്ക് തോന്നുന്ന ആ കാര്യങ്ങള് നമ്മളുടെ അറിവ് വെച്ചിട്ട് നമുക്ക് പുറമേ നിന്നുള്ള ഒരു ഇൻഫർമേഷൻ അനുസരിച്ച് നോക്കുമ്പോൾ ഈ പല സിനിമകളും അഡ്വർടൈസ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ പുഷ്പ 1800 കോടി, അല്ലെങ്കിൽ അവതാർ 2.4 ബില്യൺ, ഈ എമൗണ്ട് അഡ്വർടൈസ് ചെയ്യപ്പെടുന്നത് ടോട്ടൽ ബോക്സ് ഓഫീസ് കളക്ഷനാണ്. അതായത് ടിക്കറ്റ് വിൻഡോയിൽ നിന്ന് ലോകമെമ്പാടും കളക്ട് ചെയ്ത അവതാറിന്റെ നമ്പറാണ് 2.4 ബില്യൺ. അത് എനിക്ക് തോന്നുന്നത് പുഷ്പയാണെങ്കിലും അതാണ്, ആ നമ്പേഴ്സാണ് അവർ റെഫർ ചെയ്യുന്നത്. അപ്പം ഈ 100 കോടി ക്ലബ്ബ്, 150 കോടി ക്ലബ്ബ് എന്നുള്ള മലയാളത്തിൽ റെഫർ ചെയ്യപ്പെടേണ്ടതും ഈ ബോക്സ് ഓഫീസിലുള്ള ഗ്രോസ് കളക്ഷൻ നമ്പർ തന്നെയാണ്. അതുകൊണ്ട് അതും പ്രൊഡ്യൂസേഴ്സിന് ഷെയറും തമ്മിൽ ഡയറക്റ്റ് ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് വാലിഡ് ആയ ഒരു ക്ലെയിം ആയിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല, കാരണം ഇതൊരു ഇൻഡസ്ട്രി നോമല്ലേ. മലയാള സിനിമയിൽ മാത്രമുള്ള ഒരു സംഭവമല്ല, ലോകത്തെല്ലായിടത്തും ഉള്ള എല്ലാ ഇൻഡസ്ട്രിയിലും ഫോളോ ചെയ്യുന്ന ഒരേ റൂൾ തന്നെയാണ്. അല്ല, പ്രൊഡ്യൂസർ ഷെയർ വെച്ചിട്ട് എല്ലാവരും കണക്ക് കൂട്ടുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് മലയാളത്തിൽ മാത്രം ഇങ്ങനെ വേണമെന്നൊരു വാശി പിടിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. അത് സുരേഷ് കുമാറിനെ പോലെ ആള് എത്രയും വർഷങ്ങളായിട്ട് മലയാള സിനിമ പ്രൊഡ്യൂസറായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ ആൾക്ക് ഇതിനെ കുറിച്ച് അറിയാത്ത ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കൊന്ന് ഞാൻ അതിന്റെ ഒരു ഡീറ്റെയിൽസ് ഈ അവതാറിന്റെ കളക്ഷനെ ബേസ് ചെയ്തിട്ടുണ്ട്. അതായത് അവതാർ 2 ദ വേ ഓഫ് വാട്ടർ എന്ന സിനിമയുടെ ടോട്ടൽ ബോക്സ് ഓഫീസ് കളക്ഷൻ 2.4 ബില്യൺ ആണ്. നമ്മളത് ഇപ്പം ഗൂഗിൾ സെർച്ച് നടത്തി ChatGPT നടത്തി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ബ്രേക്ക് ഡൗൺ നമുക്ക് കാണാൻ പറ്റും. ഇതെല്ലാം തന്നെ ഒരു എസ്റ്റിമേറ്റഡ് കോസ്റ്റും എസ്റ്റിമേറ്റഡ് ബോക്സ് ഓഫീസാണ് ഉള്ളത്. നമ്മളതിനകത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ സിനിമയുടെ 2.4 ബില്യൺ ബോക്സ് ഓഫീസ്, അത് എന്ന് പറഞ്ഞാൽ പല രാജ്യങ്ങളിൽ GST ഉണ്ട്, ചില രാജ്യങ്ങളിൽ VAT ഉണ്ട്, ചില രാജ്യങ്ങളിൽ എന്റർടൈൻമെന്റ് ടാക്സ് ഉണ്ട്. ഇതെല്ലാം ഉൾപ്പെടെയായിട്ടുള്ള നമ്പർ തന്നെയാണ് ആ 2.4 ബില്യൺ. അതെല്ലായിടത്തും, അതായത് ഹോളിവുഡിലും അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ അതിന് പുറമേ ഉള്ളത്, പിന്നെ ഇപ്പം
സുരേഷ് കുമാർ പറഞ്ഞതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഷെയർ, പിന്നെ അതുപോലെ തിയേറ്ററുകൾ ഷെയർ, അത് ഹോളിവുഡിലും ഏകദേശം ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത് ഇപ്പം വലിയ സ്റ്റുഡിയോസ്, ഇപ്പം മാർവൽ പോലുള്ള ഫ്രാഞ്ചൈസികൾ വരുമ്പോൾ അവർ നെഗോഷിയേറ്റ് ചെയ്യുമായിരിക്കും. ഓൾമോസ്റ്റ് ഒരു ആവറേജ് കോസ്റ്റ് നോക്കുവാണെങ്കിൽ 50% ആയിരിക്കും ഇതിപ്പം ഈ പറഞ്ഞ പോലെ വലിയ സൂപ്പർ ഹീറോ പടങ്ങൾക്കൊക്കെ 70-30 സ്പ്ലിറ്റ് ഒക്കെ കാണുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഒരു ഇൻഡസ്ട്രിയൽ ആവറേജ് എന്നുള്ളത് പറയുവാണെങ്കിൽ 50% ഷെയറാണ് തിയേറ്ററുകളുടെ റവന്യൂ, 50% ആണ് ഡിസ്ട്രിബ്യൂഷനിൽ പോകുന്നത്. ഇപ്പം ഈ പറയുന്നത് പോലെ ഞാൻ അവതാറിന്റെ കോസ്റ്റിൽ നിന്ന് മനസ്സിലാക്കുന്നത് പറഞ്ഞാൽ 50% ഡിസ്ട്രിബ്യൂട്ടറിന് പോയ പൈസയിൽ നിന്നും അവർ ടോട്ടൽ കോസ്റ്റ്, ഇൻക്ലൂഡിങ് പ്രൊഡക്ഷൻ കോസ്റ്റ് പ്ലസ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്, മാർക്കറ്റിംഗ്, അങ്ങനെയുള്ള ബാക്കിയുള്ള പരിപാടിയുടെ ഡിസ്ട്രിബ്യൂഷൻ കൂടെ കോസ്റ്റിന്റെ ഡിഡക്ട് ചെയ്തിട്ട് ബാക്കിയുള്ള പൈസയാണ് ഒരു പ്രോഫിറ്റ് ഷെയറിംഗ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പം ഈ അവതാർ പടം പ്രൊഡ്യൂസ് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ജെയിംസ് കാമറോൺ നേരിട്ടാണ്, പുള്ളിയാണ് പ്രൊഡക്ഷൻ ചെയ്തിരിക്കുന്നത്. അതിന്റെ പ്രൊഡക്ഷൻ ഏകദേശം നമ്പർ കാണിക്കുന്നത് 250 million, ഓൾമോസ്റ്റ് 300 million ആണ് കാണിക്കുന്നത്. അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് കാണിക്കുന്നത് ഓൾമോസ്റ്റ് 250 million. അതായത് ഓൾമോസ്റ്റ് പടത്തിന്റെ കോസ്റ്റിന്റെ അത്രയും തന്നെ ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റും അവർ കാണിക്കുന്നുണ്ട്. അപ്പം ടോട്ടൽ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് മൂവി ഡിസ്ട്രിബ്യൂഷനും പ്രൊഡക്ഷനും കൂടെ കൂട്ടിയിട്ട് 550 million ആണ്. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 2.4 billion ടോട്ടൽ ബോക്സ് ഓഫീസിന്റെ ടോട്ടൽ ചിലപ്പം പറയുന്നത് എക്സ്പെൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഈ 550 million ആയിരിക്കും. അപ്പം നമ്മൾ അതിനകത്ത് നമ്മൾ ഇപ്പം ഫൈനൽ ബോക്സ് ഓഫീസ് സ്പ്ലിറ്റ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് എത്ര ഇപ്പം ജെയിംസ് കാമറോൺ എത്ര കിട്ടി, അതുപോലെ തന്നെ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത 95 ബോക്സ് എന്ന് തോന്നുന്നു ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത വാർണർ ബ്രോസിന് എത്ര കിട്ടിയെന്ന് നോക്കി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് പ്രോഫിറ്റ് നോക്കി കഴിഞ്ഞാൽ പ്രൊഡ്യൂസറിന് അത് അവർ റേഷ്യോയിൽ സ്പ്ലിറ്റ് ആവുമായിരിക്കും. പക്ഷേ ഓൾമോസ്റ്റ് 200 million ആണ് പ്രൊഡ്യൂസറിന് കിട്ടിയിരിക്കുന്നതിൽ. ഡിസ്ട്രിബ്യൂഷൻ കമ്പനിക്ക് ആ പ്രൊജക്റ്റിലെ പ്രോഫിറ്റ് തന്നെ ഓൾമോസ്റ്റ് 500 million ആണ്. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതായത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ 2.5 billion, ഓൾമോസ്റ്റ് 2.4 billion, 2.5 billion അടുത്ത് ഗ്രോസ് നേടിയ ആ സിനിമയുടെ ഓൾമോസ്റ്റ് 5/1 മാത്രമാണ് ഈ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും കൂടെ കൂടിയിട്ട് അതിനേക്കാൾ കുറച്ചുകൂടെ എബോ അവർക്ക് കിട്ടിയേക്കുന്ന മാർജിൻ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 600 മാക്സിമം അത്രേ പറയുന്നുള്ളൂ. അപ്പം നമ്മൾ ഈ സുരേഷ് കുമാർ പറയുന്ന കണക്ക് എനിക്ക് തോന്നുന്നത് അതിപ്പം മലയാളത്തിൽ മാത്രമുള്ള ഒരു കണക്കായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് എല്ലായിടത്തും ഇൻഡസ്ട്രി ഓപ്പറേറ്റ് ചെയ്യുന്നത് ഏകദേശം ഇതേ സെയിം മോഡലാണെന്ന് തോന്നുന്നു. ആണ് ഇപ്പൊ പത്രസമ്മേളനം അവർ പറയുന്നുണ്ട് 100 കോടി കളക്ട് ചെയ്യാണെങ്കിൽ അതിനകത്ത് 27 കോടിയാണ് പ്രൊഡ്യൂസർ ഷെയർ വരുന്നത്. അപ്പൊ അവരുടെ ലോജിക്ക് വെച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിനിമ ഒരു റഫ്ലി ഒരു 350 കോടിക്ക് മേലെ കളക്ട് ചെയ്താൽ മാത്രമാണ് പ്രൊഡ്യൂസർക്ക് ഈ ടാക്സും GSTയും എല്ലാ ഷെയറുകളും കഴിഞ്ഞ് 100 കോടി രൂപ കൈ കിട്ടാൻ സാധ്യതയുള്ളൂ. മലയാള സിനിമ അത്രയും വലിയ ഒരു സിനിമ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഇനി ഇറങ്ങണമെങ്കിൽ അത്ര കാലൊന്നും അറിയത്തില്ല. അപ്പൊ ഇതൊന്നും അറിയാത്ത ഒരാളല്ല ഇരിക്കുന്ന ഒരാൾ, മീൻസ് പ്രൊഡ്യൂസർ അസോസിയേഷൻ ഇരിക്കുന്നവര്. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വളരെ ബാലിശമായിട്ടുള്ള ഒരു കാര്യം എടുത്തിട്ട് എത്ര വെച്ചിട്ട് മനസ്സിലാകുന്നില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ വേറൊരു കാര്യം നമ്മൾ പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ അത് പറയാത്തൊരു ഘടകം എന്നാൽ പ്രൊഡക്ഷൻ കോസ്റ്റ് ആണ്. പല സിനിമയുടെയും പ്രൊഡക്ഷൻ കോസ്റ്റ് എത്രയാണെന്നുള്ളത് പൊതുജനങ്ങൾക്കറിയില്ല. അത് എന്താ പറയുക, ഇന്ത്യ പോലുള്ള രാജ്യത്ത് പിന്നെ സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ഈവൻ ഹോളിവുഡിൽ പോലും അല്ലാത്ത ഒരു എസ്റ്റിമേറ്റേ ഉള്ളൂ. എസ്റ്റിമേറ്റഡ് പ്രൊഡക്ഷൻ കോസ്റ്റ്, എസ്റ്റിമേറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്, എസ്റ്റിമേറ്റഡ് ബോക്സ് ഓഫീസ് ട്രാക്ക് ചെയ്യുന്നത് തിയേറ്റർ റവന്യൂടെ, തിയേറ്റർ നമ്പർ ഓഫ് സെയിൽസ്, ടിക്കറ്റ് സെയിൽസും അങ്ങനെയൊക്കെ വെച്ച് ആവറേജ് എടുത്തിട്ടാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ പ്രൊഡക്ഷൻ കോസ്റ്റിനകത്ത് അതിൻ്റെ ഒരു ട്രാൻസ്പെറൻസി ഒന്നും എനിക്കൊന്നും നമ്മുടെ നാട്ടിൽ പ്രൊഡക്ഷൻ കമ്പനികളോ ഹോളിവുഡിലുള്ള കമ്പനികളോ അവർ ചെയ്യാറില്ല. എത്രയാണ് ഒരു സിനിമയുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് തോന്നുന്നു നമ്മൾ സാധാരണക്കാർക്ക് അതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നില്ല ആ നമ്പേഴ്സ് അവർ ആക്യുറേറ്റ് ആയിട്ട് ഒരിക്കലും പറഞ്ഞിട്ടുണ്ടെന്ന്. ഇനി ഇത് പറയുമോ എന്നുള്ള കാര്യത്തിലും എനിക്ക് നല്ല സംശയമുണ്ട്. അതിനൊരു ഉദാഹരണമാണ് ഈയിടെ എൻ്റെ ARM അജയൻ്റെ 2ാം മോഷണം. ഞാനിത് സോഷ്യൽ മീഡിയ കണ്ട ഒരു കമൻ്റാണ്. അതിന് ഒരു പ്രൊഡ്യൂസർ, അതിന് മലയാള സിനിമയിൽ തന്നെ ആക്റ്റീവായിട്ടുള്ള പ്രൊഡ്യൂസർ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഓൾമോസ്റ്റ് 50 crores ആണെന്ന്. എന്നിട്ട് അതിന് എനിക്ക് തോന്നുന്നൊരു കമൻ്റ് ആയിട്ട് ഞാൻ മനസ്സിലാക്കിയത് അതിൻ്റെ
ഡയറക്ടറാണെന്ന് തോന്നുന്നു. ഡയറക്ടർ തന്നെ കമ്പനി ചെയ്തേക്കുന്നത് 50 കോടിക്ക് ഏകദേശം 2 ARM എടുക്കാൻ പറ്റുമായിരുന്നു എന്നുള്ള രീതിയിലാണ് പുള്ളിയുടെ കമ്പനി ഉണ്ട്. അതായത് നമ്മൾ അറിയുന്ന നമ്മളുടെ ഇൻഡസ്ട്രിയിലുള്ള ഒരു വേറൊരു പ്രൊഡ്യൂസറിന് പോലും, അതായത് 50% ഡിഫറൻസ് ആണ് പ്രൊഡക്ഷൻ കോസ്റ്റ് പുള്ളി പറഞ്ഞതും ഇപ്പോൾ ഡയറക്ടർ പറഞ്ഞതും തമ്മിലുള്ള ഡിഫറൻസ്. അത് ഒരു മാസീവായ ഡിഫറൻസ് ആണ്. അപ്പം എനിക്ക് തോന്നുന്നു ഈ പ്രൊഡക്ഷൻ കോസ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡ്യൂസറും ആക്യുറേറ്റ് ആയിട്ട് പുറത്തു വിടുന്നില്ല. അപ്പം ഈ ശരിക്കും ഉള്ള ഇതിന്റെ പ്രോഫിറ്റ് മാർജിൻ എന്താണെന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നില്ല നമ്മളെ പോലെ സാധാരണക്കാർക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ല, ഈവൻ ഇപ്പൊ നമ്മള് മഞ്ഞുമൽ ബോയ്സിന്റെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അതിന് ഒരു കേസൊക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ അതിനകത്ത് അവർ പറയുന്നതും ഇതേ സെയിം ഇതാണ്. അതായത് പറവ ഫിലിംസ് ഇവര് ഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പേരെ സമീപിക്കുന്നു. ഇവര് ശരിക്ക് അതിനെത്ര ചെലവ് എന്നുള്ള എസ്റ്റിമേറ്റ് ആയിപ്പോലും അതിന്റെ ഫിഗർ ഫണ്ട് ചെയ്ത ആൾക്കാരോട് പോലും പറഞ്ഞിട്ടില്ല. അതെ, അതാണ് ഇതിനകത്തുള്ള സവിശേഷത. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇവരുടെ അക്കൗണ്ട്സ് നോക്കുന്ന ശരിക്കുള്ള അക്കൗണ്ടന്റുമാർക്ക് മാത്രമേ ശരിക്കും ഇതിനകത്തുള്ള ആക്ച്വൽ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്താണെന്ന് അറിയുള്ളൂ എന്ന് പറയും. അപ്പം ഇവർ ഈ പറയുന്ന പ്രൊഡക്ഷൻ കോസ്റ്റും അതുപോലെ തന്നെ ബോക്സ് ഓഫീസ് നമ്പറുകളും, ഇപ്പോൾ ഒരു പല പ്രൊഡക്ഷൻ കമ്പനികൾ തന്നെയാണ് ഒരു ബോക്സ് ഓഫീസ് നമ്പർ പുറത്തു വിടുന്നത്. ഇപ്പം ആദ്യത്തെ ദിവസം ബോക്സ് ഓഫീസ് എത്രയാണെന്നുള്ളതൊക്കെ ഇപ്പൊ ട്രാക്കർമാർ ഇവരുടെ നമ്പേഴ്സും ഇതും പിടിച്ചേക്കാണ്. ഇന്ത്യയിലൊക്കെ നല്ല ഗ്യാപ്പ് ഉണ്ട്. ഈ ടിക്കറ്റ് സെയിൽസ് പല രീതിയിൽ എന്നാ പറയുന്നത് പല സെക്ടറായിട്ട് കിടക്കുന്നത്. ബുക്ക് മൈ ഷോയിൽ ആക്യുറേറ്റ് നമ്പർ കിട്ടുന്ന പോലെ തന്നെ വേറെ പല തിയേറ്ററുകൾക്കും സ്വന്തമായിട്ട് വെബ്സൈറ്റുകളും സ്വന്തമായിട്ട് ബുക്കിംഗ് പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് ആ നമ്പർ ആക്യുറേറ്റ് ആയിട്ട് കിട്ടുക എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ നടക്കുന്ന ഒരു കേസാണ്. അത് ഈ പറഞ്ഞ പോലെ ഇൻഡിവിജ്വലായിട്ട് അവിടെയുള്ള തിയേറ്റർ ശരിക്കും തിയേറ്റർ കളക്ഷൻ കൗണ്ട് ചെയ്യുന്നവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളായിരിക്കും അത്രയും ബോക്സ് ഓഫീസ് ആ തിയേറ്റർ നടന്നുള്ളൂ. അപ്പം ഒരു മൊത്തത്തിൽ ആവറേജ് എടുക്കുമ്പോൾ ഇതിനകത്തൊക്കെ ഈസി ആയിട്ട് മാനിപ്പുലേഷനും ഇതിനകത്ത് നമ്മളറിയത്തില്ലാത്ത ഒരുപാട് കണക്കുകളും ഉണ്ടാവാൻ നല്ല സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് വേറൊരു കൗതുകമുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയിലെ പല പ്രൊഡ്യൂസറും അവർ തന്നെയാണ് ഡിസ്ട്രിബ്യൂട്ടർ. അപ്പം ഈ ഡിസ്ട്രിബ്യൂഷൻ ഷെയർ എന്ന് പറയുന്നത് ഇപ്പം അങ്ങനെ എല്ലാത്തിലും ഉണ്ട്. പക്ഷേ ഒരുമാതിരിപ്പെട്ട മെയിൻ പ്രൊഡ്യൂസർമാർക്കെല്ലാം സ്വന്തമായിട്ട് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. പല പ്രൊഡ്യൂസർമാർക്കും സ്വന്തമായിട്ട് തിയേറ്റേഴ്സ് ഉണ്ട്. എനിക്കൊന്ന് ഈ അടുത്ത് പറഞ്ഞിട്ട് ലിസ്റ്റിൻ സ്റ്റീഫനൊക്കെ നല്ല രീതിയിൽ മലയാള സിനിമയിൽ പലയിടത്തായിട്ട് തിയേറ്റേഴ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം ഇവർ ഒരു പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇവരൊക്കെയാണ് ഇപ്പം സ്വന്തമായിട്ട് തിയേറ്ററിൽ എക്സിബിറ്റ് ചെയ്യുന്നതും സ്വന്തമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഇവരുടെ എന്തോരം പൈസ ടോട്ടൽ ബോക്സ് ഓഫീസിൽ നിന്ന് പുറത്തു പോകുന്നുണ്ട്. ഇവർ അത് മൊത്തം ക്യാപ്ചർ ചെയ്യാൻ എനിക്ക് തോന്നുന്നൊരു ചെറിയ ഇൻഡസ്ട്രി ആയതുകൊണ്ട് പല പ്രൊഡ്യൂസർമാർക്കും സാധിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതും എനിക്ക് തോന്നുന്നത് നമ്മളെ മലയാള സിനിമ ഇൻഡസ്ട്രി ചെറുതായതുകൊണ്ട് ചിലപ്പം ഇവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ തെലുങ്ക് സിനിമയുടെ ഒക്കെ പല ഏരിയ വൈസാണ് ഡിസ്ട്രിബ്യൂഷൻ വിൽക്കുന്നത്. അതെല്ലാം ഒരുമാതിരി ലേലം പിടിച്ചാണ് അവർ വിൽക്കുന്നത്. അപ്പം അങ്ങനെ ഒരു സിനാരിയ അല്ലാതെ മലയാളത്തിൽ ഓടുന്നു. അവര് മിക്ക ഇപ്പം ആശീർവാദിന് തന്നെ അവർക്ക് മാക്സ് ലാബ് എന്ന് പറഞ്ഞ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അവരുടെ എല്ലാ സിനിമകളും അവർ തന്നെ മാക്സ് ലാബ് വഴിയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഇതുപോലെ തന്നെ പല പ്രൊഡക്ഷൻ കമ്പനികൾക്കും അവരുടേതായ ഡിസ്ട്രിബ്യൂഷൻ ഉള്ളതുകൊണ്ട് ഈ പൈസയൊന്നും പുറത്തു പോകുന്നില്ല. അതും എനിക്ക് തോന്നുന്നത് വളരെ എന്നാ പറയുക മലയാള സിനിമയുടെ മാത്രം ഗുണങ്ങളിൽ ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നു. അതെ, നോക്കുവാണെങ്കിൽ അടുത്ത വർഷങ്ങളിലേക്ക് പോവാൻ തോന്നുന്നു. അതായത് മലയാള സിനിമ താരങ്ങളുടെ റിമ്യൂണറേഷൻസ് അതാണ് അടുത്ത ഇഷ്യൂ ആയിട്ട് അവര് പറയുന്നത് ആ പത്രസമ്മേളനത്തില്. അതിനെക്കുറിച്ച് എന്താ പറയാ? അത് എനിക്ക് ഏറ്റവും കൗതുകമായിട്ട് തോന്നിയത് സുരേഷ് കുമാറിനോട് തന്നെ പത്രസമ്മേളനത്തിൽ ചോദിക്കുന്നുണ്ട് താരങ്ങളുടെ റിമ്യൂണറേഷൻ എത്രയാണെന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അത് പുറത്തു പറയാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് പുള്ളി പറയുന്നത്. അതായത് ഇവര് പറയുന്നത് ഇവർക്ക് കിട്ടിയ പ്രൊഡക്ഷൻ ഷെയറിന്റെ നമ്പർ ഇവർ പുറത്തു പറയാൻ തയ്യാറാണെന്ന് പറയുന്നു. എങ്കിൽ തന്നെ ഇവർ ആക്ച്വൽ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്താണെന്ന് പുറത്തു പറയുമോ എനിക്കറിയില്ല. ഇവർ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടുന്ന കോസ്റ്റ് എത്രയാണെന്ന് പറഞ്ഞത് അതും എനിക്ക് സംശയമുണ്ട്. അതുപോലെ തന്നെ ഈ എന്താ പറയുക സിനിമയുടെ മൊത്തം റവന്യൂ എന്ന് പറഞ്ഞാൽ സാറ്റലൈറ്റും OTT എല്ലാം ഉൾപ്പെടെയാണ്. എനിക്ക് തോന്നുന്നില്ല ഇതുവരെ മലയാളത്തിലെ ഒരു പ്രൊഡക്ഷൻ ഹൗസും ഇത് ആക്ച്വൽ നമ്പറുകൾ റിവീൽ ചെയ്തിട്ടുണ്ടെന്ന്. അത് എനിക്ക് തോന്നുന്നില്ല ഇവര് ഒരാൾ റിവീൽ ചെയ്യുമെന്ന് തോന്നുന്നില്ല.
അത് ശരിയാണ്. പക്ഷെ ഇവര് ഈ പറയുന്നതിനോട് കംപ്ലീറ്റ് ആയിട്ട് യോജിക്കാൻ പറ്റില്ല. അതായത് റെമുനറേഷൻ കുറയ്ക്കണമെന്ന്. അതായത് സിനിമ അല്ലെങ്കിൽ സിനിമ നടന്മാരുടെ റെമുനറേഷൻ എന്ന് പറയുന്നത് അത് അവർക്ക് ആ ഡിമാൻഡ് ഉള്ളപ്പോ ആഹ് അവർക്ക് പ്രൊഡ്യൂസർമാർ ഓഫർ ചെയ്യുന്ന ഇതാണല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നില്ല മലയാള സിനിമയിൽ ഒരുപാട് പേര് ഇങ്ങനെ എന്താ പറയുന്നത് എനിക്ക് ഇത്ര പൈസ കിട്ടണം, അത് കിട്ടിയാലേ ഞാൻ അഭിനയിക്കൂ എന്ന് പറയുന്നതിനോട് ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. ഒരുപാട് ഫ്ലെക്സിബിൾ ആയിരിക്കണം. പിന്നെ അതിന്റെ ഒരു ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് എന്ന് പറയാനില്ലല്ലോ. ഇപ്പൊ ഒരു നായകന് എത്ര പൈസ അല്ലെങ്കിൽ നായിക എത്ര പൈസ അല്ലെങ്കിൽ ഒരാൾക്ക് എത്ര പൈസ അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രി അല്ലല്ലോ. ഒരു ജോബ് എന്നതിനേക്കാളുപരി അവരുടെ ഡിമാൻഡും അവരുടെ മാർക്കറ്റിലെ അവരുടെ ഇൻഫ്ലുവൻസ് എല്ലാം നോക്കിയിട്ടാണല്ലോ അവർക്ക് ഒരു പ്രൈസ് അവർ നിശ്ചയിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഒരു മാർക്കറ്റ് എക്കോണമിയാന്ന് തോന്നി. ഇപ്പൊ ഇവര് പറയുന്ന പോലെ ഒരാള് ഇപ്പം 2 കോടി അല്ലെങ്കിൽ 5 കോടി പ്രതിഫലം പറയുക. ഇപ്പൊ ഒരു 2 സിനിമ പൊട്ടിക്കഴിഞ്ഞാൽ ആർക്കും ആ ഡിമാൻഡ് ചോദിക്കാൻ പറ്റില്ല. അതൊരു ഇൻഡസ്ട്രിയുടെ ഒരു സവിശേഷതയാണ്. കാരണം ബിസിനസ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മിക്ക കളി ഉണ്ടാവുള്ളൂ. അത് താരങ്ങൾക്കാണെങ്കിലും പൈസ കൊടുക്കുന്നത് പ്രൊഡ്യൂസർമാർ ചുമ്മാ കൊടുക്കില്ലല്ലോ. അവരാ വാല്യൂ കൊണ്ടുവന്നുണ്ടെങ്കിൽ മാത്രമേ അവർ കൊടുക്കുള്ളൂ. ഇപ്പം തന്നെ ഇതിനകത്ത് പറയുന്ന വേറെ കാര്യം തന്നെ പല പ്രൊഡ്യൂസർമാരും തന്നെ ഇവർ എഗ്രി ചെയ്ത് ശമ്പളം തന്നെ പലപ്പോഴും ലേറ്റ് ആയിട്ടോ കൊടുക്കാതെ ഇരിക്കുന്ന ഒരുപാട് സാധനമാണെന്ന് തോന്നുന്നു. ഇവര് പറയുമ്പോൾ ഓൾറെഡിയൊക്കെ ഒന്ന് പറഞ്ഞു പോകും എന്നല്ലാതെ ഇവര് എനിക്കൊന്ന് പണ്ട് എപ്പോഴെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായപ്പം താരങ്ങള് തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവര് പൈസ കിട്ടാനുള്ള പ്രൊഡ്യൂസർമാരുടെ ലിസ്റ്റ് ഇവർ തന്നെ പുറത്തു വിടുന്നു, അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് പണ്ട് ഇവിടെ കേട്ടായിട്ട് ഓർക്കുന്നു. അപ്പം എനിക്ക് തോന്നുന്നത് ഇതൊരു മാർക്കറ്റ് എക്കോണമിയാണ്. ഇപ്പം നമുക്ക് എന്ത് ഇഷ്ടമുള്ള പൈസ റെമ്യൂണറേഷൻ ചോദിക്കാം. അതിപ്പം മാർക്കറ്റിൽ അതിനുള്ള സ്കോപ്പ് ഇല്ലെങ്കിൽ അത് ചിലപ്പോൾ ഒരു സിനിമയ്ക്ക് കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സിനിമയ്ക്ക് കിട്ടുമോ എന്നൊക്കെ ഭയങ്കര ഷോർട്ട് ലിവ്ഡ് ആണ്. അതുപോലെ തന്നെ ഞാൻ വേറൊരു വീഡിയോ കണ്ടത് ഈ മറുനാടൻ്റെ അകത്ത് ഒരു കുറെ താരങ്ങളുടെ റെമ്യൂണറേഷൻ പുറത്തു വിടുന്നുണ്ട്. എന്ത് പറയുന്നത് മോഹൻലാലിന് 25 കോടി, മമ്മൂട്ടിക്ക് 15 കോടി പ്ലസ് ഓവർസീസ് റൈറ്റ്സിന്റെ എനിക്കൊന്ന് ഷെയർ ആണെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെ കുറച്ച് നമ്പേഴ്സ് അവർ പുറത്തു വിടുന്നുണ്ട്. പക്ഷെ എനിക്ക് അതും വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം മോഹൻലാലിന് 25 കോടി, ഇപ്പൊ തുടരും പോലൊരു സിനിമ മോഹൻലാലിന് ഇപ്പം അടുത്ത് വരുന്ന എമ്പുരാനാണ്. അത് കഴിഞ്ഞ് വരുന്ന തുടരും എന്നുള്ളത് തന്നെയാണ്. ഈ തുടരും എന്നുള്ള സിനിമ ഫാമിലി ഡ്രാമയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് മോഹൻലാലിന് 25 കോടി ഒരു പ്രൊഡ്യൂസർ കൊടുക്കുമോ? എനിക്ക് ആ നമ്പർ വിശ്വസിക്കാൻ കുറച്ച് പാടുണ്ട്. ഇല്ല, അതിനകത്ത് കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഡൈനാമിക് ആണ് അവരുടെ റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞാൽ. കാരണം ഇപ്പൊ ഒരു നടൻ തന്നെ എടുത്താലും അയാൾ അഭിനയിക്കുന്ന എല്ലാ പടത്തിലും ഒരു ഫ്ലാറ്റ് ഫീ എന്നുള്ള രീതിക്ക് ആയിരിക്കില്ലല്ലോ. ആ പ്രൊജക്റ്റിൽ എത്രത്തോളം ഇൻവോൾവ്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ ആ പ്രൊജക്ടിന്റെ പ്രോസ്പെക്ട്സ് എന്താണ്, അങ്ങനെ പല ഫാക്ടേഴ്സ് കൂടിയിട്ടായിരിക്കുമല്ലോ ഒരു സിനിമയ്ക്ക് ഒരു റേറ്റ് പറയുന്നത്. അതിപ്പോ ഏത് നടനാണെങ്കിലും അങ്ങനെയാണ്. ഇപ്പൊ ഇന്നലെ ജഗദീഷിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് പറയുന്നുണ്ട് ഇതൊരു 8 to 5 ജോബ് പോലുള്ള കാര്യമല്ല. അപ്പൊ ഓരോ പ്രൊജക്ടിനനുസരിച്ചായിരിക്കും ആ പൈസ തീരുമാനിക്കുന്നത്. പ്ലസ് ഒരു പേഴ്സണൽ ലെവലിലും കൂടി ഉണ്ട്. ഇപ്പൊ അവര് വളരെ അടുത്ത് നിൽക്കുന്ന ഒരാളാണെങ്കിൽ അവരുടെ പൈസ കുറച്ചായിരിക്കും മേടിക്കുന്നത്. അപ്പൊ അതൊരു ഈ മാർക്കറ്റ് അനുസരിച്ചാണ് അവരുടെ ഇത് വരുന്നത്. അപ്പൊ ഒരു ഫിക്സഡ് സാലറി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അല്ലല്ലോ മലയാള സിനിമയില്. മലയാള സിനിമ നല്ല പൊതുവെ സിനിമയില്. അപ്പൊ ഇവരത് കുറയ്ക്കണം എന്ന് പറഞ്ഞത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഈ പ്രൊഡ്യൂസർമാർ തന്നെയാണ് ഇത് നടന്റെ അടുത്ത് പോയി ഡേറ്റ് ചോദിച്ച് ഒരു പ്രൊജക്ട് ഉണ്ടാക്കി സിനിമ ആക്കുന്നത്. അപ്പൊ അവർക്കത് ചോദിച്ചു എന്ന് തന്നെ ഇരുന്നാലും ചോദിക്കുന്ന പൈസ കൊടുക്കാൻ റെഡി ആയിട്ടുള്ള പ്രൊഡ്യൂസർ ഉള്ളതുകൊണ്ടാണല്ലോ അവർ ചോദിക്കുന്നത്. അപ്പൊ അവർക്ക് പറ്റുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ഓപ്ഷൻ ബി വേറെ നടനെ വെച്ച് ചെയ്യാം. ഇല്ല, ഇപ്പൊ നടൻ തന്നെയാണ് പ്രൊജക്ടിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരാള് എന്ന് പറയുമ്പോൾ ശരിയാണ്. അപ്പൊ അവർക്ക് ആ പൈസ കൊടുത്തേ തീരുള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് അണ്ടർലൈൻ ഇഷ്യൂ ഒരു പവർ സ്ട്രഗിൾ ആണെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്കത് ശരിക്കും ഫീൽ ചെയ്തത് ഒരു തരം അമ്മാവൻ കോംപ്ലക്സ് എന്നൊക്കെ നമ്മൾ പറയില്ലേ. എനിക്ക് തോന്നുന്നത് കുറച്ച് പഴയ എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു കാറ്റഗറി ആൾക്കാരുണ്ട്. ആണ്. ഇപ്പൊ ആ പത്രസമ്മേളനം എടുത്തറിയാം. അതിനകത്ത് ഇരിക്കുന്ന ഒരുപാട് പേരൊന്നും വർഷങ്ങളായിട്ടൊരു സിനിമ പ്രൊഡ്യൂസ് പോലും ചെയ്യാത്ത ആൾക്കാരാണ്. പക്ഷെ അവരാണ് ഇന്നിപ്പോ അതിന്റെ തലപ്പത്തിരിക്കുന്നവര്. അപ്പൊ അവർക്ക് അത് കൺട്രോൾ ചെയ്യുന്നതിന് ഒരു ഇതുണ്ട്. എനിക്കൊന്ന് കേരളത്തില് ഒട്ടും പഞ്ഞില്ലാത്ത സാധനം പറഞ്ഞ സംഘടനകളാണ്. എനിക്ക് തോന്നുന്നത് ഇത്രയധികം സംഘടനകള് ഉള്ള വേറൊരു സമൂഹം മിക്കവാറും ലോകത്തുണ്ടാവില്ല.
അത് എല്ലാവർക്കും സങ്കടമുണ്ട്. ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പവർ കാണിക്കുകയും ചെയ്യും. ആണ്. ഇപ്പൊ ആ പത്രസമ്മേളനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം. ഇപ്പൊ പ്രൊഡ്യൂസർ അസോസിയേഷൻ പറയുന്ന ഓക്കെ, അമ്മ താരസംഘടനകൾ ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇങ്ങനെ ചെയ്യണം. അപ്പൊ അവർക്ക് അവരുടെ കൺട്രോളിൽ നിന്ന് കാര്യങ്ങൾ പോകുന്നതിന്റെ ഒരു ചെറിയൊരു വിഷമമുള്ള തോന്നുന്നുണ്ട് അതിനകത്ത്. എനിക്ക് തോന്നുന്നത് അതിനകത്തൊരു വലിയൊരു ഘടകമായിട്ട് എനിക്ക് തോന്നുന്നത് അവര് കാണുന്നത് ഒരു റിയൽ ത്രെട്ടായിട്ട് കാണുന്നത് ഈ പല താരങ്ങൾക്കും സ്വന്തമായിട്ടുള്ള പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ടെന്നുള്ളതാണ്. അപ്പം മോഹൻലാൽ തുടങ്ങി മോഹൻലാലിന് വർഷങ്ങളായിട്ടുണ്ടെന്ന് പറയും, ഓൾമോസ്റ്റ് 30 years ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. മമ്മൂട്ടിക്കുണ്ട്, ദുൽഖറിനുണ്ട്, പൃഥ്വിരാജനുണ്ട്, ടൊവിനയ്ക്കുണ്ട്, നിവിൻ പോളിക്കുണ്ട്, എനിക്ക് അജി വർഗീസിനുണ്ട്, ഫഹദ് ഫാസിലുണ്ട്, പൊന്നി മുകുന്ദനുണ്ട്, ആസിഫ് അലിക്കുണ്ട്. എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് മോസ്റ്റ് ഓഫ് ദ ലീഡിങ് ആക്ടേഴ്സിന് സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ ഉണ്ട്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അതൊരു റയർ ഫിനോമിനമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം വെച്ചാൽ ഇത്രയധികം ആക്ടേഴ്സിന് എനിക്ക് നമ്മൾ പറഞ്ഞ ഒരു 10 പേരുണ്ടാവുമായിരിക്കും. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ നമ്മൾ ലീഡ് ദിലീപിന്റെ പേരും എടുത്തുപോയി, ദിലീപിനും പ്രൊഡക്ഷൻ ഉണ്ട്. എനിക്ക് തോന്നുന്നു അതിനകത്ത് ഇല്ലാത്ത ചിലപ്പോൾ ഒരാൾ എനിക്ക് സുരേഷ് ഗോപിയാണെന്ന് എനിക്ക് തോന്നുന്നു. അതിനകത്ത് നമ്മൾ ഈ പറയുന്ന പോലെ ലീഡ് ആക്ടായിട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ചെയ്യാത്ത ഒരാൾ ചിലപ്പം സുരേഷ് ഗോപി ആയിരിക്കാം. പക്ഷെ ബാക്കി എല്ലാവർക്കും തന്നെ സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട്. ചിലപ്പം എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഒരു റയർ ഫിനോമിന. കാരണം തമിഴിലും എനിക്ക് തോന്നുന്നത് ഇപ്പം നമ്മൾ ധനുഷിന്റെയും സൂര്യയുടെ ഒക്കെ കേൾക്കാറുണ്ട്. ഇപ്പം അവിടുത്തെ ലീഡ് ആക്ടറായ ഇപ്പം രജനീകാന്തിനോ അജിത്തിനോ വിജയ്ക്കൊന്നും നമ്മളുടെ അറിവിൽ സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ, ചിലപ്പോൾ ബിനാമി പേരിലുണ്ടാവാതിരിക്കാം, സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ ഹൗസ് ഇല്ല. അപ്പം അതെനിക്ക് തോന്നുന്നു ഇത്രയും ആക്ടേഴ്സ് ആക്റ്റീവായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി ചിലപ്പം മലയാളമായിരിക്കാം. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം ട്രഡീഷണൽ ആയിട്ടുള്ള ഉള്ള പ്രൊഡ്യൂസേഴ്സിന് ചിലപ്പം ഇങ്ങനെയുള്ള താരങ്ങളുടെ ഡേറ്റ് കിട്ടലും അതുപോലെ തന്നെ ഒരു പ്രൊജക്റ്റ് ചെയ്യുകയും ഒരു നല്ല രീതിയിലൊരു വെല്ലുവിളിയായിരിക്കും. അപ്പം അതിൻ്റെതായൊരു പവർ സ്ട്രഗിൾ. കാരണം എനിക്ക് ആ വാർത്താ സമ്മേളനത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ പേരും കീഴിൽ ഒരു പുള്ളി പറയുന്ന താരങ്ങള് പ്രൊഡ്യൂസ് ചെയ്ത പടം ഇവര് സമയത്തിലൂടെ തയ്ച്ചില്ലെങ്കിൽ അവർ എക്സിബിറ്റ് ചെയ്യില്ല എന്നുള്ള രീതിയിലൊക്കെ ഒരു ടോണിലാണ് അവർ പറഞ്ഞു പോയത്. എനിക്ക് അതൊക്കെ കുറച്ച് എന്താ പറയുന്നത്, ഇന്നത്തെ കാലത്തും ഇതൊക്കെ കുറച്ച് ഗുഡായ സ്വാറ്റൊക്കെ നമുക്ക് തോന്നും. മടപ്പിത്തരമാണത്. അങ്ങനെ പറഞ്ഞ കാര്യമില്ല. കാരണം പൈസ ഉണ്ടെങ്കിൽ അവർക്കാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ ആർക്കാണെങ്കിലും വന്ന് പ്രൊഡ്യൂസ് ചെയ്ത് പോകുന്ന കാര്യമല്ലോ. അപ്പൊ അത് നടനായിരിക്കും. ഇപ്പൊ തന്നെ ഗൾഫിലും അമേരിക്കയിലൊക്കെ ബിസിനസ്സുള്ള എത്ര ആൾക്കാർ വന്ന് പ്രൊഡ്യൂസ് ചെയ്തിട്ട് പോകുന്നു. അപ്പൊ അതുപോലെ തന്നെയാണ് ഇവരതിനകത്തൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കണ്ടു, അവരത് എന്താ പറയാ അത് യൂസ് ചെയ്യുന്നു. അപ്പൊ അതിനകത്തൊരു പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന കാര്യമാണോ? ഇതിനകത്ത് ഇവർക്ക് എന്തുകൊണ്ട് സ്വന്തമായി ഇത്ര പേർക്ക് പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ടായി എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എന്തായാലും തോന്നിയിട്ടുണ്ടോ? ചില ആൾക്കാരെ പറയുന്നുണ്ട്. ഇപ്പം ഒരു നേരം പറഞ്ഞ കണ്ണൂർ സ്ക്വാഡ് പോലുള്ള ഒരു സിനിമ പല പ്രൊഡ്യൂസർമാരുടെ അടുത്തും പോയിട്ടും ആരും ആ ഒരു പ്രൊജക്ട് ഏറ്റെടുക്കാൻ തയ്യാറാവാതിരുന്നപ്പോഴാണ് മമ്മൂട്ടി അതിനകത്ത് ഇറങ്ങിയിരിക്കുന്നത്. അപ്പൊ അതൊരു വശമാണ്. രണ്ടാമത്തെ വശം എനിക്ക് തോന്നുന്നു കോവിഡിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു OTT ബൂമും എല്ലാം ഉണ്ട്. അപ്പൊ അതിനകത്തൊരു റിയൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റി എല്ലാവരും കാണുന്നുണ്ട്. കാരണം കൂടുതൽ ബിസിനസ് നടക്കുന്നത് ഇപ്പോൾ OTT പ്ലാറ്റ്ഫോംസ് ഭീകരമായ പൈസ കൊടുത്തിട്ടാണ് ഒരു കാലത്ത് കോവിഡിന് ശേഷം തുടക്കത്തില് സിനിമകൾ എടുത്തോണ്ടിരുന്നത്. അപ്പൊ അതൊക്കെ നോക്കുമ്പോൾ അവർക്ക് അതിനൊരു ഓപ്പർച്യൂണിറ്റി കണ്ടതായിരിക്കാം. എനിക്ക് തോന്നുന്നത് അത് കൂടാതെ തന്നെ ഒരു ഘടകമുള്ളതെന്ന് എനിക്ക് തോന്നുന്നത് ഇവരുടെ കരിയറെ ഇവർ തന്നെ മാനേജ് ചെയ്യാൻ നോക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വെച്ചാൽ ഒരു രീതിയിൽ ഇത് വെച്ചിട്ടുണ്ടോ, ഇപ്പം ഈ ആക്ടേഴ്സ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പല പടങ്ങളും ഹിറ്റാണ്. അതായത് അതിൻ്റെ വാല്യൂ ചിലപ്പോൾ ആർട്ടിസ്റ്റിക് വാല്യൂ, ഇപ്പം ഫഹദ് ഫാസിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത പടങ്ങൾ, അല്ലെങ്കിൽ എന്താ പറയുക മോഹൻലാൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് മോഹൻലാലിൻ്റെ കരിയറിലൊക്കെ എണ്ണപ്പെട്ട പടങ്ങൾ പുള്ളി തന്നെയാണ് പടം. അപ്പം എനിക്ക് തോന്നുന്നത് അൾട്ടിമേറ്റ്ലി ഇതൊരു പാഷൻ ഡ്രിവൺ ഇൻഡസ്ട്രിയാണ് സിനിമ എന്ന് പറഞ്ഞാൽ. നമ്മളിപ്പോൾ എന്ത് ബിസിനസ് പറഞ്ഞാലും എൻ്റെ ഒരു ആർട്ടാണ്. ഇപ്പം ഈ ആർട്ട് ഇപ്പം ഇവരെപ്പോഴേലും ഇപ്പം മോഹൻലാൽ പ്രൊഡ്യൂസ് ചെയ്തൊരു പടമാണ് കാലാപാനി എന്ന് പറഞ്ഞ സിനിമയിൽ നിന്ന് അവർക്ക് പ്രോഫിറ്റ് ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ ചെറുപ്പത്തിൽ നമ്മുടെ സ്കൂൾ ജീവിതത്തിൽ കണ്ടു പോയ സിനിമയാണ്. പക്ഷെ നമ്മളിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അതൊരു അത്ഭുതമാണ്. അങ്ങനെ ഒരു സിനിമ, അതൊരു ഓൾമോസ്റ്റ് പാൻ ഇന്ത്യൻ സിനിമ മലയാളത്തിൽ നിന്ന് അന്ത കാലത്ത് വന്നു എന്നുള്ളത് ഒരു അത്ഭുതമാണ്. അത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ
മോഹൻലാല് റിസ്ക് എടുത്ത് ഇപ്പൊ പാഷനേറ്റ് ആയിട്ട് ആ പ്രൊജക്ടിന് പുറകെ പോയത് കൊണ്ടായിരിക്കാം അങ്ങനെ ചിത്രം സംഭവിച്ചത്. ഇപ്പൊ ഇതുപോലെ തന്നെ എനിക്കൊന്ന് ഒരിടയ്ക്ക് ഇപ്പൊ ദിലീപ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പടങ്ങളെല്ലാം ഭയങ്കര സൂപ്പർ ഹിറ്റ് ആയിരുന്നു. ഇതുപോലെ തന്നെ എനിക്ക് നിവിൻ പോളി പ്രൊഡ്യൂസ് ആക്ഷൻ ഹീറോ ബിജു ഇങ്ങനെയുള്ള സിനിമകളൊക്കെ ഭയങ്കര ഹിറ്റ് ആയിരുന്നു. അപ്പൊ ഇവർക്ക് എനിക്ക് തോന്നുന്നത് ഇവര് കൺവിൻസ്ഡ് ആവുന്ന പ്രൊജക്ടുകൾ ഇവര് നോക്കുമ്പോൾ റിസ്ക് കുറവുള്ളതായിട്ടും ഇവർക്ക് അത് പാഷനേറ്റ് ആയിട്ട് ചെയ്യാനുള്ള ഒരു ടീമിനെ ഓൾറെഡി ഇവരുടെ ബാക്കുള്ളതുകൊണ്ടായിരിക്കാം ഇവർ ചെയ്യുന്നുണ്ട്. എനിക്കൊന്ന് ഇങ്ങനത്തെയുള്ള പ്രൊഡക്ഷൻ ചെയ്യുമ്പം അവർക്ക് റെന്യൂമറേഷനും കോംപ്രമൈസ് ചെയ്യാം. അപ്പം എനിക്ക് ടൊവിന തന്നെ പ്രൊഡ്യൂസ് ചെയ്തൊരു പടമാണ് കള. അപ്പൊ കള ഞാൻ OTT കണ്ടൊരു സിനിമയാണ്. പക്ഷെ എനിക്കത് വളരെ ഒരു ഡിഫറെന്റ് അപ്രോച്ച് ആയിട്ട് ഒരു രസമുള്ള ഒരു സിനിമയിൽ തോന്നി. ഈ പറഞ്ഞ പോലെ അത് ചിലപ്പോൾ അത് പ്രോഫിറ്റ് ജനറേറ്റിംഗ് വെഞ്ചർ ആയിരിക്കില്ല. ഇല്ല, അപ്പൊ അങ്ങനെയുള്ള പ്രൊജക്ടുകൾ ഈ പറഞ്ഞ തന്നെ എത്ര പ്രൊഡ്യൂസർമാർ അത് ഏറ്റെടുക്കാനായിട്ട് ഉണ്ടാവും? ഇല്ല. അപ്പോ ഈ നടന്മാര് അത്രയും പാഷനേറ്റ് ആയിട്ട് ഓക്കെ ഒരു പ്രൊജക്ട് വരുന്നു, അത് അതിനൊരു ചിലപ്പോൾ മോണിറ്ററി ബെനിഫിറ്റ് പോലും ആയിരിക്കില്ല അവർക്ക്. ആരും അത്രയും പാഷനേറ്റ് ആയിട്ട് ആ ഒരു പ്രൊജക്ടിനോട് ഇഷ്ടം തോന്നി കഴിഞ്ഞാൽ ശരിയാണ്, അപ്പൊ അവർ തന്നെ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പയ്യൊന്നും വരും. എനിക്ക് തോന്നുന്ന ഒരു ഇൻഡസ്ട്രി എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നു പലപ്പോഴും ഇവരുടെ ഔട്ട്പുട്ട് നല്ലതാണ്. എനിക്ക് കാലപ്പനത്തിനാണ് അതിന് ക്ലാസിക് ഉദാഹരണം. കാരണം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പം മലയാളത്തിൽ നിന്ന് വന്ന ഒരു 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 ഗ്രാൻഡ് പ്രൊഡക്ഷൻസിൽ ഒന്നാണ് ആ സിനിമയൊക്കെ. അപ്പം അങ്ങനെ പാഷനേറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടായിരിക്കും അങ്ങനെ പ്രൊജക്ട് സംഭവിച്ചത്. അപ്പം ഇൻഡസ്ട്രി എന്നുള്ള രീതിയിൽ അതൊരു എനിക്ക് തോന്നുന്നൊരു സ്റ്റെപ്പ് ഇവരുടെ എന്നാ പറയുക ഇവരുടെ ഔട്ട്പുട്ടിന് മാക്സിമം എന്നാ പറയുന്നത് ഗ്രോത്ത് കിട്ടാനുള്ള സാധനമായിരിക്കാം ഇവര് പ്രൊഡക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു റെന്യൂമറേഷൻ എന്ന് പറയുന്നത് സംഭവം ഈ പ്രൊഡക്ഷനിലേക്ക് വരുമ്പം എനിക്ക് തോന്നുന്നു ഇവർക്കത് കുറെ കൂടെ ഇവരുടെ പലപ്പോഴും പറയുന്ന ആക്ടേഴ്സിന്റെ ശമ്പളമാണ് ഏറ്റവും വലിയ കോസ്റ്റ് ആയിട്ട് പറയുന്നത്. ഇപ്പം ഇവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുമ്പം ഇവർക്ക് പ്രോഫിറ്റിന്റെ ലാഭം എടുത്താൽ മതി. പ്രോഫിറ്റ് ഇല്ലെങ്കിൽ ഇപ്പം അതിന് ലാഭമില്ലാതെ എങ്കിലും വേറെ ഒരാളും എനിക്ക് ആമിർ ഖാൻ ഈയിടെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് അത് 20 വർഷമായിട്ട് നേരിട്ട് റെമ്യൂണറേഷൻ വാങ്ങുന്നത് ഇപ്പം പ്രോഫിറ്റ് പെർസെന്റേജിലാണ് പോകുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ തന്നെ ഇപ്പം എത്ര വലിയ സിനിമകൾ ബോക്സ് ഓഫീസിൽ ഒരു ചലനം സൃഷ്ടിക്കാതെ വരും. ടക്സ് ഓഫ് ഹിന്ദുസ്ഥാൻ, അതുപോലെ തന്നെ അവസാനത്തെ മറ്റേ ഫോറസ്റ്റ് ഗമ്പിന്റെ റീമേക്കിന്റെ ലാൽ സിംഗ് ചദ്ദ, അതൊന്നും ഇപ്പൊ അദ്ദേഹം തന്നെയാണ് ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് കുലുക്കിയിട്ടുള്ള പുള്ളിയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ തന്നെ പ്രൊഡക്ഷൻസിന് ആ റിട്ടേൺസ് കിട്ടാതെ പോയ സിനിമകളും ഉണ്ട്. അപ്പൊ ഈ പറഞ്ഞ ഇവരവരുടെ അവരെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള റിസ്ക് അവർക്ക് മാനേജ് ചെയ്യാം. കുറവായിരിക്കും. ഇനിയിപ്പോ ആ റിസ്ക് എടുക്കാനായിട്ട് തയ്യാറായിരിക്കും. അതുപോലെ എനിക്ക് കൃഷ്ണകുമാർ പറഞ്ഞതിൽ നിന്ന് വേറൊരു സംഭവം പറഞ്ഞാൽ 200 സിനിമകൾ മലയാളത്തിൽ റിലീസായാലും 24 സിനിമകൾ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. അതിന്റെ റിട്ടേൺ അതായത് 700 കോടിയോളം നഷ്ടം വന്നു. അപ്പം ഇത് ഈ 24 സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി അതായത് 700 കോടി നഷ്ടം വന്നത് ഇതൊരു നല്ല രീതിയിലുള്ള പോക്കല്ല എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഈ കണക്കുകൾ വേറെ പല രീതിയിൽ കേൾക്കുന്ന കണക്കുകൾ ഭയങ്കര ഡിഫറെന്റ് ആണ്. ഇപ്പം ഞാൻ ഇവിടെ കണ്ടാണ് 88% തിയേറ്റർ ഗ്രോത്ത് ഉണ്ടായെന്നാണ് പറഞ്ഞത് 2024 മലയാള സിനിമയ്ക്ക്. അത് ഭയങ്കര നമ്പർ. 88% എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഡബിളാണ്. അതൊക്കെ പ്രീവിയസ് ഇയറിനൊക്കെ വന്നത്. അതായത് 2023-2022 ഓൾമോസ്റ്റ് തിയേറ്റർ ഒക്യുപ്പൻസിയിൽ 88% വേരിയേഷൻ വരിക എന്ന് പറഞ്ഞാൽ അത് ഇൻഡസ്ട്രിയുടെ ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ വേറെ ഒരു ഘടകമായിട്ട് എനിക്ക് തോന്നിയത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഈ സിനിമകൾ ചെയ്യുന്നത് എന്താ പറയുക ഇതൊരു ഇൻഡിവിജ്വൽ ചോയ്സ് ആണ് സിനിമകൾ ചെയ്യുന്നത്. അപ്പം 2 രീതിയിലായിരിക്കും സിനിമകൾ പ്രൊഡക്ഷൻ നടക്കുന്നത്. ഒന്ന് ചിലർ പാഷനായിട്ടായിട്ട് ചെയ്യുന്ന ആയിരിക്കാം. അവരെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് പ്രോഫിറ്റ് ആയിരിക്കില്ല അവർ പ്രതീക്ഷിക്കുന്നത്. ചിലപ്പം അവരുടെ എനിക്കൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആഗ്രഹമുണ്ട്. അപ്പം അതിൻ്റെ ഒരു കൗതുകത്തിന് പുറത്തായിരിക്കും നമ്മളത് മെയിനായിട്ട് ചിന്തിക്കുന്നത്. അപ്പം അല്ലാതെ അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കി കൊണ്ടുപോകാം എന്നുള്ള ചിന്തയോടെ അല്ല ഞാൻ പ്രൈമറി ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പം പ്രൊഡ്യൂസ് ചെയ്യുന്ന നല്ലൊരു വിഭാഗമാണ്. ചിലപ്പം ചിലർ എന്താ പറയുക ഇവര് ചിന്തിക്കുമ്പം 1 കൊല്ലം കൊണ്ട് അല്ലെങ്കിൽ 1.5 കൊല്ലം കൊണ്ട് തീരുമാനം എന്ന കാര്യമാണ്. പഠിച്ച ലോട്ടറി ഇല്ലെങ്കിൽ പോയി എന്നുള്ള കാര്യമാണ്. പിന്നെ ഇങ്ങനെയിപ്പം മിഡിൽ ഏജന്റുമാരുള്ള OTT എത്ര പൈസ എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ അത് എൻഡ് ഓഫ് ദ ഡേ ഒരു പ്രൊഡ്യൂസറിന്റെ ചോയ്സ് ആണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യണോ വേണ്ടിയോ എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ളപ്പം അതിന്റെ ലോസ് ബെയർ ചെയ്യുന്നതും അവരുടെ എന്താ പറയുക കോൺസിക്വൻസ് ആണ്. ഇപ്പൊ നമ്മളങ്ങനെ ഇപ്പം അങ്ങനെയല്ല ഇൻഡസ്ട്രികൾ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി എക്സിസ്റ്റ് ചെയ്യുന്ന അങ്ങനെയാണല്ലോ. നമ്മള്
റിസ്ക് എടുക്കുന്നു, നമ്മൾ വർക്ക് ചെയ്യുന്നു, നമ്മൾ ഔട്ട്പുട്ട് പ്രതീക്ഷിക്കുന്നു. ചിലപ്പോൾ ഔട്ട്പുട്ട് കിട്ടില്ല. ഔട്ട്പുട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മളതിന് കോൺസിക്വൻസ് ഉണ്ടാകും. അപ്പം ഇപ്പം അങ്ങനെ ഇപ്പം ചില ഡിസ്ട്രിബ്യൂട്ടർമാർ ചില പ്രൊഡക്ട്സുമാർ പിറകുവരെ കിടക്കുന്നു. അപ്പം അങ്ങനെയൊക്കെ പറയുന്നത് അതൊരു എന്താ പറഞ്ഞാൽ ഇൻഡിവിജ്വലി അവർ റെസ്പോൺസിബിൾ ആണല്ലോ. അത് ആ റിസ്ക് സിനിമ മാത്രമല്ല ഈ ബിസിനസ്സിലുണ്ടല്ലോ. അതുകൊണ്ട് ബിസിനസ്സിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ ഒരു 100% അത് വിജയിക്കണമെന്ന് ഗ്യാരണ്ടി ഉള്ള ബിസിനസ്സുകൾ വളരെ ചുരുക്കമുള്ളൂ. എനിക്ക് 200 സിനിമകളിനകത്ത് 120 പിടിയെന്ന് പറയുമ്പോൾ വേറെ എന്തെല്ലാം ഇൻഡസ്ട്രികൾ എന്തെല്ലാം നടക്കുന്നുണ്ടാവും. ഇതെന്നുള്ളൊരു ഡാറ്റ ഉണ്ടാവില്ല. ഇവരാരും പുറകോട്ട് പോയതായിട്ടോ ഇവർ ആത്മഹത്യ ചെയ്ത കണക്കുകളൊന്നും നമ്മൾ കേൾക്കുന്നുമില്ലായിരിക്കും. പിന്നെ ഈ 200 സിനിമകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഭൂരിഭാഗം സിനിമകളും പലരും കേട്ടിട്ടോ അറിഞ്ഞിട്ടോ പോലും ഉണ്ടാവില്ല. അതല്ല ചില സിനിമകള് ക്വാളിറ്റി ഭയങ്കര മോശമായിരിക്കും. അതപ്പോ ആൾക്കാർ പൊതുവെ അത് കാണാനായിട്ട് താല്പര്യപ്പെടില്ല. അപ്പൊ അങ്ങനെ പല ഫാക്ടേഴ്സും ഉണ്ട്. അപ്പൊ 200 സിനിമ ഇറക്കിയ 200ഉം വിജയിക്കണമെന്ന് പറയാൻ ആവശ്യപ്പെടിക്കാൻ വരുന്ന കാര്യമല്ല. അതൊരിക്കലും അങ്ങനെ ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. ഈ റേഷ്യോ ഇപ്പൊ ഈ പറയുന്ന 12.5% ആണ് സക്സസ് റേഷ്യോ. ഇപ്പം എല്ലാ കാലത്തും ഈ സിനിമയിലെ റിട്ടേൺസ് എനിക്ക് തോന്നുന്നില്ല 100% റിട്ടേൺ അല്ല ഏതെങ്കിലും കാലത്ത് വരും, ഒരിക്കലും വരാൻ പോകുന്നില്ല. ഇപ്പൊ ഈ പറയുന്ന പോലെ തന്നെ സിനിമകള് അവർ പറയുന്നത് ഇപ്പം വിനോദ നികുതി, GST 30% പോകുന്നു. അപ്പൊ ഇത് ഇല്ലായിരുന്നെങ്കിൽ ഈ സിനിമകൾ വിജയിക്കുമായിരുന്നു. എനിക്കത് ഒരു പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കമ്പയർ ആപ്പിൾസ് വിത്ത് ആപ്പിൾസ് എന്ന് പറയില്ലേ. അപ്പൊ അതുപോലെ ഇപ്പൊ വിജയിച്ചൊരു സിനിമയും പരാജയപ്പെട്ട സിനിമയും അതിൽ ഹ്യൂജ്ലി ഡിഫറന്റ് ആണ്. അതായത് ചില സിനിമകൾ നമ്മൾ തന്നെ എത്ര സിനിമകൾ ഒരു 10 മിനിറ്റിൽ കൂടുതൽ കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമകളാണ്. അത് ആ സിനിമയുടെ കുഴപ്പമുണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിന് കഥയായിരിക്കും. പക്ഷെ അപ്പൊ അങ്ങനത്തെ സിനിമകളും വിജയിച്ച സിനിമകളും തമ്മിൽ കമ്പയർ ചെയ്യുന്നതിൽ തന്നെ ഒരു ശരികളുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പം എൻ്റെ ഒരു ജനറൽ ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വളരെ അറ്റത്ത് നിൽക്കുന്ന ഒരു സാധാരണക്കാരെന്നുള്ള രീതിയിൽ ഇപ്പൊ തിയേറ്റർ ഓക്യുപ്പൻസി 88% കൂടി, ഓൾമോസ്റ്റ് നാഷണൽ ആവറേജിന് 10%, ഓൾമോസ്റ്റ് 1000 crores കേരള ബോക്സ് ഓഫീസ് ജനറേറ്റ് ചെയ്തു. അതൊരു നല്ല ഡയറക്ഷനിലേക്കുള്ള ഒരു പോക്കാണ്. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഇപ്പൊ ഇവര് സിനിമയ്ക്ക് സമരം പ്രഖ്യാപിക്കും. ഇതാണ് ഇത് കാണുമ്പോഴും ഇത് കേൾക്കുമ്പോഴും ചില ആളുകൾ ഇത് നമ്മൾ വെറുത്തു പോകത്തേ ഉള്ളൂ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ ആൾക്കാരിപ്പം നമ്മൾ തിയേറ്ററിൽ പോവുക എന്നുള്ളത് ഒരു ഓപ്ഷൻ മാത്രമാണ്. പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഒരു എന്റർടൈൻമെന്റ് എന്ന സിനിമയ്ക്ക് പോകുന്നതായിരുന്നു. ഇപ്പം തന്നെ കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഇപ്പോഴത്തെ നമ്മുടെ പ്രായത്തിലുള്ള ഇപ്പൊ അന്നത്തെ കാലത്ത് +2 കോളേജിൽ പഠിക്കുന്നവർക്ക് സിനിമ ഒരു ഫസ്റ്റ് ചോയ്സ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇഷ്ടം പോലെ ഇതുണ്ട്. ഇപ്പം നമ്മള് ഇപ്പൊ സിനിമകൾ തന്നെ ഇപ്പം ഇവൻ OTT വഴി നമ്മൾ ഇന്റർനാഷണൽ കണ്ടന്റും അങ്ങനെയുള്ള സംഭവങ്ങൾക്കുള്ള ഓപ്പർച്യൂണിറ്റി നമുക്കുണ്ട്. ആൾക്കാർക്ക് എന്റർടൈൻമെന്റ് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മെയിൻ ഒരു വിനോദോപാധി എന്ന് പറഞ്ഞാൽ ഒരു സിനിമയ്ക്ക് പോവാ. അതും വല്ല കാലത്ത് സംഭവിക്കുന്ന കാര്യമല്ല, നമ്മള് റെഗുലർ ബേസിസിൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. അതല്ലെങ്കിൽ എന്തെങ്കിലും സ്പോർട്സ്, ക്രിക്കറ്റ്, ഫുട്ബോൾ കളിക്കുക എന്നുള്ളതായിരുന്നു നമ്മളെ ഒരു 10-15-20 കൊല്ലം മുമ്പുള്ള എന്റർടൈൻമെന്റ്. പക്ഷെ ഇന്ന് ആ ഒരു സീനാകെ മാറി. ഇന്ന് എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞാൽ പലർക്കും പല രീതിയിലാണ്. ഇപ്പോ സിനിമ തന്നെ ആശ്രയിച്ചിരിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ നമുക്ക് OTT പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഫോണുകളാണെങ്കിലും നല്ല ക്ലാരിറ്റിയിൽ സിനിമ കാണാം. അതല്ലെങ്കിൽ ആൾക്കാരെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ ഉണ്ട്. ഈവൻ യൂട്യൂബിൽ തന്നെ കണ്ടന്റ് കൺസ്യൂം ചെയ്യുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ഒരു സിനിമയ്ക്ക് പോകേണ്ട കാര്യമില്ല അവർ എന്റർടൈൻ ഇരിക്കാനായിട്ട്. ഇപ്പൊ അങ്ങനെ ആ ഒരു ദിശയിലേക്ക് പോകുന്നത് ചിലപ്പം ആൾക്കാർക്ക്. ഇപ്പം ഞാൻ കഴിഞ്ഞ സ്കൂൾ അവധിക്ക് ഞാൻ എൻ്റെ 2 മക്കളെയും കൊണ്ട് സോണിക് 3 എന്നൊരു സിനിമ കാണാൻ പോയി. അപ്പം അവരുടെ ആഗ്രഹമായിരുന്നു സോണിക് 3 കാണണം, തിയേറ്ററിൽ പോയി കാണണം എന്നുള്ളത് അവരുടെ ആഗ്രഹമായിരുന്നു. അപ്പം അത് പോയി. ഇപ്പം ഓൾമോസ്റ്റ് എനിക്ക് 1.5 മണിക്കൂർ 2 താഴെ സിനിമയേ ഉള്ളൂ. പക്ഷെ ഇവര് കുറച്ച് കഴിഞ്ഞപ്പം ഇവർക്ക് ഈ സിനിമ അടുത്തു. അതായത് ഇവര് പറയുന്നത് അതായത് തിയേറ്ററിൽ ഞാൻ വന്നവിടെ ഇരിക്കുന്നത് ഇവരെ സിനിമ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഒരു 1/2 മണിക്കൂർ കഴിയുമ്പം ഇവർ പറയുന്നത് ഇവർക്ക് ആ സിനിമ മടുത്തു, നമുക്ക് തിരിച്ചു പോവാം എന്നാണ് പറയുന്നത്. സോറി, 3 കണ്ടന്റ് മോശമായതല്ല ഞാൻ പറഞ്ഞാൽ, ഇവർക്ക് അറ്റൻഷൻ സ്പാനും അത്ര നേരം ഇരുന്ന സിനിമ കാണാനുള്ള എന്താ പറയുന്ന ഒരു ക്ഷമയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ആണ്. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ യൂട്യൂബില് കുക്കിംഗ് വീഡിയോസ് എന്തെങ്കിലും കുക്ക് ചെയ്യണമെങ്കിൽ നമ്മളൊരു റെസിപ്പി വീഡിയോ കാണും. പണ്ടൊക്കെ നമ്മളൊരു ഫുൾ ലെങ്ത് വീഡിയോ കാണുമായിരുന്നു. ഇപ്പൊ ഞാൻ നേരെ സ്ക്രോൾ ചെയ്ത് താഴെ ഷോർട്സിലേക്കാണ് പോകുന്നത്. കാരണം
ആ 15 അല്ലെങ്കിൽ 10 20 മിനിറ്റുള്ള ആ കണ്ടന്റ് നമ്മൾ ഒരു 20 സെക്കൻഡ് 30 സെക്കൻഡിലാണ് നമുക്ക് അത് കൺസ്യൂം ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അതൊരു കൺവീനിയൻസ് ആണ്. അപ്പൊ ആ ഒരു മാറ്റം എല്ലാ രീതിയിലുണ്ട്. എനിക്കൊന്ന് ഇപ്പം നമുക്ക് വേറെ ഒന്നും എന്റർടൈൻമെന്റ് ഇല്ലെങ്കിൽ നമ്മളൊരു ഫോൺ പിടിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ കട്ടിലെ കിടന്നുകൊണ്ട് എത്ര മണിക്കൂർ വേണമെങ്കിലും ചെലവഴിക്കാൻ പറ്റുന്ന ഒരു കാലമാണ്. അപ്പം ഇപ്പം ഇനി വരുന്ന തലമുറ അങ്ങനെയാണ്. കാരണം അവരുടെ ചോയ്സസ് വീഡിയോ ഗെയിംസ് മുതൽ പിന്നെ സീരീസ് വരെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം നമ്മൾ അങ്ങനെയുള്ളൊരു സമയത്ത് ഈ എന്നാ പറയുന്നത് മലയാള സിനിമയുടെ പ്രൊഡക്ഷൻ നിർത്താൻ പോകുന്നു അങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല ഒരു ഇൻഡസ്ട്രി എന്നുള്ള രീതിയിൽ ഒരിക്കലും ഇതിനെ കൂടുതൽ ആളുകളെ ആകർഷിക്കാനോ അല്ലെങ്കിൽ ഇതിന്റെ റീച്ച് കൂട്ടാനോ സാധിക്കുമെന്ന് തന്നെ വളരെ സംശയമുണ്ട്. അത് തീർച്ചയായിട്ടും. അപ്പൊ അതൊരു ആസ് ആൻ ഇൻഡസ്ട്രി മലയാള സിനിമയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ഗുണം ചെയ്യാൻ പോകുന്ന ഒരു കാര്യമായിട്ട് തോന്നിട്ടില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണുന്ന രീതിയിൽ ഇതൊരു ഗോൾഡൻ ഏജ് ആണ് മലയാള സിനിമയിൽ. കാരണം മലയാള സിനിമയുടെ അധികായന്മാര്, അതായത് മമ്മൂട്ടി മോഹൻലാൽ മമ്മൂട്ടി എന്നുള്ള ഇവര് ഇപ്പോഴും ഇൻഡസ്ട്രിയിൽ ആക്റ്റീവാണ്. ഇവര് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇവരുടെ ഭാഗമായിട്ട് പ്രൊഡക്ഷൻസ് ഉണ്ട്. ഇപ്പൊ ഇത് കൂടാതെ ഇപ്പൊ അടുത്ത തലമുറയിലെ ആൾക്കാർ ഇപ്പം പിന്നെ പൃഥ്വിരാജ്, ദുൽഖർ, ടൊവിനോ തോമസ്, നിവിൻ പോളി, ആസിഫ് അലി ഇങ്ങനെയുള്ളവരൊക്കെ ഇതിന്റെ ബാങ്കബിളായ സ്റ്റാർസിന്റെ എണ്ണം കൂടുതലാണ്. ഇപ്പം എനിക്ക് തോന്നുന്നത് മലയാള സിനിമയ്ക്ക് ഇത്രയധികം ഓപ്ഷൻസ് ഉണ്ടായിരുന്നൊരു സമയം നമ്മുടെ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നില്ല. കാരണം നമ്മുടെ ചെറുപ്പത്തിലൊക്കെ കൂടിപ്പോയി കഴിഞ്ഞാൽ ഇപ്പം മോഹൻലാൽ, മമ്മൂട്ടി, ദിലീപ്, സുരേഷ് ഗോപി, അപ്പൊ ആ ഒരു കാറ്റഗറിയിലായിരുന്നു ഒരുപാട് വർഷങ്ങൾ ആ ഇൻഡസ്ട്രി ഓടിക്കൊണ്ടിരുന്നത്. പിന്നീടുള്ള അടുത്ത ലീഡ് ആരാണ്? അടുത്ത ലീഡ് ആക്ടർ അന്ന് പ്രാധാന്യമില്ലല്ലോ. അപ്പം പിന്നീട് എനിക്ക് തോന്നുന്നു ഇപ്പോഴാണെന്ന് തോന്നുന്നു ഇപ്പം ആസിഫ് അലിയുടെ ഇപ്പം ജനുവരിൽ ഇറങ്ങിയ രേഖാചിത്രം സിനിമ ഹിറ്റല്ലെന്ന് ആരും പറയില്ല. അപ്പം എന്നെ കുഞ്ചാക്കോ ബോബന്റെ ഇപ്പം കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇറങ്ങിയ സിനിമ അത് ഓഫീസർ ഓൺ ഡ്യൂട്ടി. അത് എനിക്ക് ഞാൻ സിനിമ കണ്ടില്ല. ഞാൻ എൻ്റെ ബന്ധു പറഞ്ഞു കേട്ടത് അത് കുഞ്ചാക്കോ ബോബന്റെ ബെസ്റ്റ് വർക്കാണെന്ന് പറയുന്നത്. അപ്പൊ അത്രയും അതായത് ഒരു മാസം ഇവരാരും ഒരു ഹിറ്റ് ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ ഇത് എന്നാ പറയുന്നത് ഇത് ശരിക്കും ബെസ്റ്റ് കേസിൽ. കാരണം ഇവർക്ക് ചുറ്റും പ്രൊജക്ട്സ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഇത് നമ്മള് ഈ നമ്പേഴ്സ് ഇവര് ഇപ്പൊ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് അങ്ങനെയാണുള്ളത്. ഇപ്പൊ ഈസിലി മാനിപ്പുലേറ്റബിൾ ആണ്. അത് ഒരു സെർട്ടൻ ഏരിയ മാത്രം. അതായത് ഇവര് പറയുന്ന ഇത്രയും കോസ്റ്റ് ഇതാണെന്ന് പറയുന്നു. ഇതിന്റെ ആക്ച്വൽ പ്രൊഡക്ഷൻ കോസ്റ്റ് ആർക്കും അറിയില്ല. എന്നാൽ ആക്ച്വൽ ടോട്ടൽ റവന്യൂ ഇൻക്ലൂഡിംഗ് OTT സാറ്റലൈറ്റ് ഇവരാരും പുറത്തുവിടാറില്ല. ഇവര് എന്ന് പറയുന്നത് ഇവർക്ക് ഓവർസീസ് ഇപ്പം കേരളത്തിന് പുറത്തോട്ടുള്ള ബോക്സ് ഓഫീസ് എന്ന് പറയുന്നത് ഇവര് പലപ്പോഴും ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് വിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ നമ്പേഴ്സ് എന്താണ് ഇതൊക്കെയാണ് ടോട്ടൽ നമ്പേഴ്സ് വരുന്നത്. അപ്പൊ നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ വിചാരിക്കും ഇവര് കേരളത്തിന്റെ നമ്പർ മലയാള സിനിമ റൺ ചെയ്യുന്നത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയുടെ പല ഭാഗത്തുണ്ട്, ലോകത്തിന്റെ പല ഭാഗത്തുണ്ട്. അപ്പം ഇങ്ങനെ കുറെ വേരിയബിൾസ് ഇതിനകത്തുണ്ട്. അപ്പം അതിനെക്കുറിച്ചുള്ള ആക്യുറേറ്റ് ഉള്ള ഒരു ഇൻഫർമേഷൻ ആണെന്ന് തോന്നുന്നില്ല ഇവരെല്ലാം ഈ പത്രത്തിനടുത്ത് പറഞ്ഞതോ. ഇത് എന്താ പറയുന്നത് കേൾക്കുന്നവർക്ക് പെട്ടെന്നത് ഇത് ഇവര് പറയുന്ന പോലെ ഇവര് ഇൻഡസ്ട്രി അവര് ഓവർപെയ്ഡ് ആണ്. ചിലപ്പോൾ ഓവർപെയ്ഡ് ആയിരിക്കാം, പക്ഷെ ഒരു മാർക്കറ്റ് ഒക്കെ ആണെന്ന്. ഇപ്പൊ നാളെ അവരെ റവന്യൂ ജനറേറ്റ് ചെയ്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നടക്കും. ഇപ്പം എനിക്ക് തോന്നുന്നത് ഞാനൊക്കെ ഇവിടെ ന്യൂസിലൻഡിൽ വരുന്ന സമയത്ത് ഞാൻ എൻ്റെ അറിവ് വെച്ചിട്ട് മോഹൻലാൽ കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ഓവർസീസ് മാർക്കറ്റ് ഉണ്ടായിരുന്ന നടൻ നിവിൻ പോളിയായിരുന്നു. അദ്ദേഹത്തിന് ഇപ്പൊ അങ്ങനെ മാർക്കറ്റ് ഇല്ല. അത് മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ ആണ്. ഇതിപ്പം തന്നെ ഇപ്പം നമ്മളൊരു ചില പ്രൊജക്ട്സുകൾ ചെയ്ത ആ സംഭവം ക്ലിക്കായത് ഏറ്റവും മൂല്യത്തിൽ നിൽക്കും. ചില സമയത്ത് പിന്നീട് അങ്ങനെ അൺപ്രഡിക്റ്റബിൾ അതാണ് ഇൻഡസ്ട്രിയുടെ സ്വഭാവം. അത് അൺപ്രഡിക്റ്റബിൾ ആണ്. അതിപ്പം സിനിമ നടന്മാർ മാത്രമല്ല കേട്ടോ, പൊതുവെ ടെക്നീഷ്യൻസിനെ ആരെടുത്താലും ഇപ്പം പത്രസമ്മേളനം പറഞ്ഞിട്ടല്ലോ ടെക്നീഷ്യൻസ് പലരും ഭീകരമായിട്ടുള്ള തുക ആണെന്ന് പറഞ്ഞു. അത് അവരുടെ കഴിവ് കൊണ്ട് ആ ഒരു ഇൻഡസ്ട്രിയിൽ നേടിയെടുത്തിട്ടുള്ളതാണ്. ഇപ്പൊ കൊടുക്കാൻ ആളുകൊണ്ടായിരിക്കല്ലോ അവർ വാങ്ങുന്നത്. അതില്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ടും അവരുടെ പൈസ കുറയും. ഇപ്പൊ നല്ല ടെക്നീഷ്യൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ആ വർക്കിൽ അത് റിഫ്ലക്ട് ചെയ്യും. ഇപ്പൊ നമ്മള് ഇപ്പൊ ഒരു എന്താ പറയാ ഒരു സാബു സാറിനെ പോലുള്ള ഒരാള് അല്ലെങ്കിൽ റസൂൽ പൂക്കുട്ടി അല്ലെങ്കിൽ അങ്ങനെ ഇപ്പം ഈവൻ മ്യൂസിക് എടുത്താൽ പോലും കത്തി നിൽക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ആ ക്വാളിറ്റി ഡെലിവറി ചെയ്യുന്നതുകൊണ്ടാണല്ലോ അവർക്ക് അത്രയും പൈസ കൊടുക്കേണ്ടി വരുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ സമരം ഉണ്ടാവില്ലെന്നും ഈ 2025 മലയാള സിനിമയില് കൂടുതൽ ഹിറ്റുകൾ, അതായത് നമ്മൾ എനിക്ക് പാനിൽ ഇപ്പം കഴിഞ്ഞ ദിവസം എൻ്റെ കൂടെ ജോലി ചെയ്യുന്നൊരു തെലുങ്കൻ അദ്ദേഹം ടോവിനോയുടെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞ സിനിമ OTT കണ്ടു.
എനിക്ക് തോന്നുന്നില്ല ഒരു 5 കൊല്ലം മുമ്പ് മലയാള സിനിമയ്ക്ക് ഇത്ര റീച്ച് ഉണ്ടായിരുന്നു. ഇല്ല, തീർച്ചയായിട്ടും. അപ്പം ആ പുള്ളി ആ സിനിമ കണ്ട് പുള്ളിക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അപ്പം ഇപ്പം ഞാൻ പറഞ്ഞ ചില സിനിമ തിയേറ്ററിൽ ഹിറ്റ് അല്ല കേരളത്തിൽ, പക്ഷെ ഈ ഇങ്ങനത്തെ പ്ലാറ്റ്ഫോമുകൾ വന്നപ്പം മലയാള സിനിമയിലെ റീച്ചും അതിന്റെ എനിക്ക് തോന്നുന്നു അതിന് ഒരു പാൻ ഇന്ത്യ ലെവലിൽ ഡെഫിനറ്റ്ലി മലയാള സിനിമ ഒരു ടോപ്പ് കണ്ടന്റ് പ്രൊഡ്യൂസ് ജനറേറ്റ് ചെയ്യുന്ന ഉണ്ട്. അത് ഈവൻ നമ്മൾ ട്വിറ്ററിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. അതായത് പൊതുവെ ഈ ബോളിവുഡിലെ ആൾക്കാർ പോലും പറയുന്ന ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മലയാള സിനിമയിലേക്ക് നോക്കും, അവിടെ ക്വാളിറ്റി കണ്ടന്റ് വരുന്നുണ്ട്. അതിനകത്ത് അതൊരു ഭയങ്കര പോസിറ്റീവാണ് മലയാള സിനിമയെ കുറിച്ച് പറയുന്നത്. അത് പണ്ട് ഒരു 5-10 കൊല്ലം മുമ്പ് എക്സ്പോഷർ ഉണ്ടായിരുന്നില്ല. ഈ ഇന്റർനെറ്റിന്റെ വരവും OTT പ്ലാറ്റ്ഫോമുകളും എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ആക്സസിബിൾ ആണ് എല്ലാവർക്കും. അപ്പൊ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള കണ്ടന്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മള് ഒരു ഓവർസീസ് മലയാളി മൈഗ്രേറ്റ് ചെയ്തൊരു മലയാളി എന്നുള്ള രീതിയിൽ ഇത് ഇപ്പം നമ്മളെ മലയാള സിനിമ കാണും. ചിലപ്പോൾ നമ്മളുടെ എന്താ പറയുന്നത്, നമ്മളുടെ ഓൾഡ് ഏജ് വരെ നമ്മളിത് കാണുമായിരിക്കും. പക്ഷെ ഇതിനകത്തുള്ള റിയാലിറ്റി തന്നെ നമ്മളുടെ മക്കള് മലയാള സിനിമ കാണാൻ പോകുന്നില്ല. അപ്പം നമ്മള് എന്താ പറയുക, നമ്മൾ ഈ ഗോൾഡൻ എറ അല്ലെങ്കിൽ ഗോൾഡൻ സമയം എൻജോയ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം അതിനകത്ത് വേറെ കല്ലുകടികളിൽ കൊണ്ടുവന്നിട്ട് അത് നേരത്തെ നശിപ്പിക്കാതെ അത് എത്ര നാളെ പ്രൊളോങ് ചെയ്യാൻ പറ്റുമോ, എത്ര നാളെ പോട്ടെ. തീർച്ചയായിട്ടും.